അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻവർ പ്രവാസ ജീവിതത്തിലെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഹാഷിമിന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അൻവർ ഹാഷിമിനോട് പറഞ്ഞു, ഓ പ്രവാസികളുടെ കഥ കേട്ട് മടുത്തിട്ടുണ്ടാവില്ല എനിക്ക്. ഞാൻ വെറുതെ എൻ്റെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അതുപോലൊന്നല്ല. ഇപ്പൊ എല്ലാവരും നല്ല പൊസിഷനിലല്ലേ. ഇപ്പൊ ഹാഷിം തൽക്കാലം ഇവിടെ മക്കാലിൽ നിൽക്ക്. ഹാഷിമിന് നല്ല എഡ്യൂക്കേറ്റഡ് അല്ലേ, പിന്നെന്താ പേടിക്കാന്. നല്ല ജോലി എന്തായാലും കിട്ടും. അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കണ്ട. പിന്നെ ഹാഷിമ് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി. അപ്പോൾ ഇന്ന് ഹാഷിമിന് സാലറി കിട്ടും. പിന്നെ നമ്മുടെ വലിയൊരുന്നാളൊക്കെ വരുന്നത്, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണ്ടേ. ആദ്യത്തെ പോലെയല്ല. ഇപ്പൊ ഒരു ഹാഷിമിനെ കാത്തൊരു കുട്ടി അവിടെ ഉണ്ട്. അറിയാലല്ലേ. ഓ അതൊക്കെ ഓർമ്മ ഉണ്ട് അൻവർക്ക. ഇൻഷാ അല്ലാ ഒന്ന് വിളിക്കണം, വിളിച്ച് സംസാരിക്കണം. അല്ല, പക്ഷെ ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയോ? സംസാരിക്കാൻ കഴിയില്ല, എന്നാലും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ആളും എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് മെസ്സേജ് ചെയ്യാനൊക്കെ ആൾക്ക് കഴിയും. ആ, വളരെ നല്ല കാര്യം. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിക്കാനുള്ള ആ ബുദ്ധിമുട്ടി മാറ്റി കിട്ടാനുള്ള ഒരു ട്രെൻഡ് എന്നൊക്കെ. ഞാൻ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ എനിക്ക് ഒന്ന് ഇതാക്കാൻ പറ്റും. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹാഷിം സുഹറയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇതേ സമയം അങ്ങ് നാട്ടിൽ സുഹറയും ഹാഷിമിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എൻ്റെ പഠിച്ചോനെ, എൻ്റെ ഇക്ക ഇപ്പോ എവിടെയാണാവോ? ഭക്ഷണം കഴിച്ചാവോ? ഇക്കക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലേ? എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി അള്ളാഹുവെ നീ ശരിയായി കൊടുക്കണേ. സംസാരശേഷിയില്ലാത്ത സുഹറ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഇക്ക അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ അടുത്ത് പോയാൽ എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും. അള്ളാഹുവെ, എനിക്ക് സംസാരശേഷിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെയധികം സന്തോഷമാവും. അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സുഹറയും ഹാഷിമിനെ ഓർത്തോർത്ത് അങ്ങനെ കിടന്നു. കിനാവിൽ മിന്നും രാജകുമാര മജുനുവിനെ പോലഴകുള്ളവനെ, പ്രിയനേ എൻ പ്രിയനേ എൻ പ്രിയ സഖി ഞാനല്ലേ, കരളിൻ്റെ കരളായുള്ളൊരു പെണ്ണോ ഞാനല്ലേ, ഈ ഹൃദയം നിനക്കല്ലേ, ഈ ജീവൻ നിനക്കല്ലേ, മെഹറിൻ പൊൻതാലി ചാർത്താൻ എന്നു വരും പൊന്നേ, പാനിലാ പുഞ്ചിരി തൂകിയോളല്ലേ. അങ്ങനെ നമ്മുടെ ഹാഷിമും സുഹറയും മനസ്സുകൊണ്ട് പരസ്പരം സംസാരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാവിലെ ആയപ്പോൾ സുഹറയെ ഉമ്മ വിളിക്കുകയാണ്. സുഹറ, ആ മോളെവിടെ? ആ ഉമ്മ. എന്താ വിളിക്കുന്നു, ഉമ്മാന്നോ? അപ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലായത് അത് സുഹറയല്ല, അത് ഹർഷിയാണ് വിളിക്കേട്ടതെന്ന്. ഉമ്മ പെട്ടെന്ന് വിചാരിച്ചു സുഹറയാണെന്ന്. കാരണം സുഹറക്ക് സംസാരശേഷി കിട്ടിയിട്ടില്ലല്ലോ. ഏതായാലും വിളിക്കുന്നത് കേട്ട് സുഹറ ഉമ്മാന്റെ അടുത്തേക്ക് വന്നു. സുഹറ വരുന്നത് തന്നെ ഒരു ഗ്ലാസ് ചായയുമായാണ്. ചായയുമായി സുഹറ വരുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായി. ആ, എൻ്റെ കുട്ടി വന്നോ? അല്ല, മോള് ചായ കുടിച്ചോ? അവൾ ചായ കുടിച്ചെന്ന് ആംഗ്യം കാണിച്ചു. നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. മോളെ വീട് പോലെ തന്നെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുത്. എന്നോടോ അല്ലെങ്കിൽ ഹർഷിമോളോടോ ഒക്കെ എങ്ങനെയെങ്കിലും അറിയിക്കണം കേട്ടോ. ഇത് മോളുടെ വീട് തന്നെയാണ്. മോൾ സങ്കടമൊന്നും പെടണ്ട. ഇൻഷാ അല്ലാ നമ്മളെ ഹാഷിം മോനെ വേഗം നല്ല ജോലി ശരിയാവട്ടെ. അതെ. സുഹറ ഉമ്മയുടെ അടുത്ത്
ബെഡിലിരിക്കുകയാണ്. ഉമ്മ ഹാഷിമിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ സെഹ്റയോട് പറയാണ്. എൻ്റെ കുട്ടി ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിക്കാനൊക്കെ നല്ല ഉഷാറായിരുന്നു. സ്കൂളിലൊക്കെ നല്ല മാർക്കായിരുന്നു അവന്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അവനായിരുന്നു ഫസ്റ്റ്. എവിടെയും അവന് ജീവിതത്തിൽ ഒരു തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കുട്ടിക്ക് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയാവും അല്ലേ മോളെ? സുഹറയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സുഹറ അങ്ങനെ ചിരിച്ച് അങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സുഹറ ഇരിക്കുമ്പോൾ സുഹറയുടെ മനസ്സിൽ ആഗ്രഹം വരികയാണ്. അല്ലാഹുവേ, നാഥ, എൻ്റെ ഇക്കയെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. എനിക്കൊന്നും എന്നോടും ഒന്നും പറയണ്ട. ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് എൻ്റെ ഇക്കയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഹാഷിമിൻ്റെ സുഹൃത്ത് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഹാഷിം കുറച്ച് സാധനങ്ങളും നിഡോ പാൽപ്പൊടി, അതുപോലെ തന്നെ നട്ട്സ്, പിസ്ത, അങ്ങനെ തുടങ്ങിയ ഏതാനും ചില ഐറ്റങ്ങളും കൂടി നാട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ കൂട്ടത്തിൽ 2 കത്തുകളും, ഒരു കത്ത് ഉമ്മാക്കും ഒരു കത്ത് സെഹ്റക്കും. അങ്ങനെ നമ്മുടെ സെഹ്റ ആ കത്ത് വായിക്കുകയാണ്. അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ, മുല്ലപ്പൂമാല കൊരുത്തത് പോലവനെഴുതിയ കത്തിനകത്ത് സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ, ബിസ്മിലാരംഭിച്ചൊരു കത്ത് വിസ്തരിച്ചെഴുതി സലാമൂരത്തെ, ബിസ്മിലാരംഭിച്ചൊരു കത്ത് വിസ്തരിച്ചെഴുതി സലാമൂരത്ത്, പണിയില്ലെന്നവസാനിപ്പിച്ച് അക്കരെ നിന്നും മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ, മുല്ലപ്പൂമാല കരുത്തത് പോലവനെഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ. ഹാഷിമിന്റെ കത്ത് കിട്ടിയ സുഹറ വളരെയധികം സന്തോഷവതിയായി ഇങ്ങനെ കാണപ്പെട്ടു. സുഹറ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എങ്ങനെയെങ്കിലും എൻ്റെ ഇക്കാൻ്റെ അടുത്തേക്ക് എനിക്കൊന്ന് എത്താൻ സാധിച്ചെന്നെങ്കിൽ ഈ മിണ്ടാപ്രാണിക്ക് അതിനൊരു അവസരം നൽകണേ. ആ നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ ഒരാഗ്രഹം, എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണേ. എൻ്റെ ഇക്കാൻ്റെ കൂടെ എനിക്കും അവിടെ എത്താൻ വല്ലാത്ത മോഹം മനസ്സിന്. അതേസമയം അങ്ങ് ദുബായിൽ ഹാഷിമിൻ്റെ നല്ല നാളുകൾ വീണ്ടും വരികയാണ്. നമ്മുടെ ഹാഷിമിൻ്റെ സുഹൃത്തായിരുന്ന ഷംസു എന്തോ ഒരു രോഗം ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഷംസു ദുബായിലേക്ക് തിരിച്ചു വരികയാണ്. ഹാഷിമിനെ തേടി പിടിച്ചുകൊണ്ട് ഷംസു വരുന്നു. ഹാഷിമേ, ഈ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വളരെ പെട്ടെന്ന് കാലിനൊരു സർജറി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിൽ വിചാരിക്കരുത്. എന്നോട് ദേഷ്യമൊന്നും കരുതരുത്. ഞാൻ മനഃപൂർവ്വമല്ല ചെയ്തത്. ആ ഷംസു, ആ പ്രശ്നം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ ആ കുറച്ച് ബുദ്ധിമുട്ടുകളില്ലാത്ത ആൾക്കാരുള്ളത് ജീവിതത്തിൽ എന്നും ഇപ്പം നമുക്ക് സന്തോഷമാണെന്നുണ്ടോ? ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ വരും. എന്നാലും അതൊന്നും പ്രശ്നമല്ല, എനിക്ക് ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഏതായാലും ഹാഷിമേ, ഈ ഏതായാലും ഓഫീസിലേക്ക് വാ. നാളെ എൻ്റെ ഓഫീസ് അറിയില്ലേ, ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ ഷംസു, ഞാൻ ഓഫീസിലേക്ക് വരാം.
അങ്ങ് അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലെത്തിയ ഹാഷിം അങ്ങനെ ഓഫർ ലെറ്റർ സ്വീകരിക്കുകയാണ്. മാഷാ അല്ലാ. അങ്ങനെ വീണ്ടും നമ്മുടെ ഹാഷിം വളരെ നല്ല ഒരു ജോലി, ഹാഷിമിന് വളരെ നല്ലൊരു മാനേജർ പോസ്റ്റ് തന്നെ വീണ്ടും കിട്ടുകയാണ്. കാരണം ഷംസുവിന് ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുള്ള ആളാണ്. അങ്ങനെ നമ്മുടെ ഷംസുവിൻ്റെ ഒരു വർക്കിംഗ് പാർട്ട്ണർ ആയിക്കൊണ്ട് നമ്മുടെ ഹാഷിമിനെ ജോലിക്ക് വെക്കുകയാണ്. ഹാഷിമിൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. ഒരുപാട് ശുക്റുകൾ ഓതി. ഹാഷിം വളരെ സന്തോഷവാനാണ്. കടലിലും കരയിലും നിന്നിൽ കതിരിടും നിൻ കതിർ കാണുന്നു നിന്നെയെന്നും കണ്ണിൽ മായാത്ത നിറവ് പാരിൽ വിധാനിച്ച താരകപ്പൂക്കൾ വലിയവനെ നിൻ തെളിവ് കുല്ലെന്ന വാക്കാൽ എല്ലാം പടച്ചോനെ കാരുണ്യപ്പൂങ്കതിർ വീശണേ അല്ലാ അഹദേയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ റാഹിമും നീ റാസിഖും നീ പാടുന്നിതാ ജ്ഞാപദാനങ്ങൾ അല്ലാ അഹദേയ ആരാധ്യനേ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മുടെ ഹാഷിം അങ്ങനെ നമ്മുടെ ബലിപെരുന്നാനുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ബലിപെരുന്നാനുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ ബലിപെരുന്നാളിലെ ആവശ്യമായ റൂമിലേക്കുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹാഷിമിൻ്റെ മനസ്സിലേക്ക് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും മഹത്വമായ ആ ചരിത്രം അങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി വളർമൊട്ടുപോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബി കല്ലാക്കിനാവ് കാട്ടി നബി തൻ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ടിൽ ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മാഷാ അല്ലാ, നാളെ അറഫയുടെ ദിവസമാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ പോത്തിനറക്കലും അങ്ങനെ എല്ലാവർക്കും ഇറച്ചി കൊടുക്കലും അതിൻ്റെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു ജോലി വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ സുഹറയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഏതായാലും ഒരു മിണ്ടാപ്രാണിയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ വിജയകരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഹാഷിം ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു.
ഇപ്പോൾ നമ്മുടെ ഹാഷിം ആദ്യത്തെ പോലെ ഒരു ബക്കാല ജീവനക്കാരനല്ല. ഒരു വലിയ കമ്പനിയുടെ ഒരു മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. അങ്ങനെ ഹാഷിം അവിടെ നിന്നുള്ള ആ ചെറിയ റൂമിൽ നിന്നും വലിയ ഫ്ലാറ്റിലേക്ക് തൻ്റെ താമസം മാറ്റുകയാണ്. എന്നെ അന്ന് സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട അൻവർ ഖാനോട് ഹാഷിം പറയുകയാണ്, ആ അൻവർ ഖാൻ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളന്ന് ആ സമയത്ത് തന്നെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. എനിക്ക് അന്ന് നിങ്ങളെ സഹായം ചെയ്യുന്നില്ലേ, അന്ന് നിങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു നിലയിലെത്തോ എന്നുപോലും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്തല്ല. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്കാം, എപ്പോഴും വിളിക്കാം, ഏത് പാതിരാത്രിയിലും വിളിക്കാം. ഞാനുണ്ടാവും കൂടെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഞാൻ വിളിക്കാം. അങ്ങനെ നമ്മുടെ ഹാഷിം അൻവർക്കയോട് യാത്ര പറഞ്ഞു ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ഒരു കാറ്. ആ കാറ് വാങ്ങിയതിന് ശേഷം എങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹറയെ ഗൾഫിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് ആഗ്രഹിച്ചതാവും. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹാഷിം സുഹറക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വിസയെല്ലാം വരുന്നു. അവിടെ നിന്നും ഗൾഫിലേക്ക് പറക്കാനുള്ള സുഹറയുടെ സമയം ഇതാ അടുത്തിരിക്കുന്നു. ഇതറിഞ്ഞ ഉമ്മയും സുഹറയും വളരെയധികം സന്തോഷവതിയായി. പക്ഷേ അർഷിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അർഷി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇപ്പോൾ അല്ല, ഓള് പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഈ സമയത്ത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടില്ലായിരുന്നു. ഈ ആശിമിനെന്താ, ഓന് അപ്പൊ തന്നെ പെട്ടെന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയ പോരെ. അവന് ഈ ജോലി കിട്ടിയ ഉടനെ തന്നെ ഓനെ കൊണ്ടുപോയിട്ട് അവിടെ ബുദ്ധിമുട്ടാണ്. അതുമല്ലോ ഉമ്മാന്റെ മരുന്നിനൊക്കെ ഒരുപാട് പൈസ ആവും. ഓനാ പൈസ മുഴുവൻ അവിടെ ചെലവാക്കിയാൽ എങ്ങനെ ശരിയാവാ? ഈ പറയുന്നത് നമ്മുടെ സുഹറ എങ്ങനെ കേൾക്കുന്നു. സുഹറ സങ്കടം കൊണ്ട് ഒരു മറുത്തൊരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ആ മിണ്ടാപ്രാണിയായ സുഹറ അവിടെ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിച്ചുകൊണ്ട് അങ്ങനെ കരയുകയാണ്. എന്നാലും ഈ അർഷിതാക്ക് എന്തായിരിക്കും? ഞാൻ അങ്ങോട്ട് പോയാൽ എന്താണ് പ്രശ്നം? ആരുടെയും അടുത്തേക്കല്ലല്ലോ, എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ. അങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് എന്താണ് കാര്യം? ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ ഒന്ന് മര്യാദക്ക് ജീവിച്ചിട്ട് പോലുമില്ല. എന്നെ ഇങ്ങനെ തടയാൻ മാത്രം എന്തായിരിക്കും അവർക്ക് പ്രശ്നം? അർഷി അങ്ങനെ സഹറ ഓരോന്ന് മനസ്സിൽ അങ്ങനെ കരുതിയിരിക്കും. അപ്പോൾ ഹാഷിമിൻ്റെ ഉമ്മ പറഞ്ഞു, നീ എന്താ അർഷി ഈ പറയുന്നത്? അവള് പോയിക്കോട്ടെ, അതിനെന്താ? എനിക്കെൻ്റെ മരുന്നിപ്പോൾ ഒറ്റക്കെടുത്ത് കുടിക്കാനൊക്കെ അറിയാം. പിന്നെ നമ്മൾ മക്കളെ കണ്ടിട്ടൊന്നല്ലല്ലോ ജീവിക്കുന്നത്. മക്കളിപ്പോൾ എത്ര കാലം നമ്മൾ കൂടെ ഉണ്ടാവും? അത് കഴിഞ്ഞാൽ ഓരോരുത്തർ അങ്ങനെ ഓരോ വഴിക്ക് പോകും. എന്നാലും എൻ്റെ ആശിമോനക്കും അവൾക്കും ഒരു കുഴപ്പവും സംഭവിക്കൂല, ഇൻഷാ അല്ലാഹ്. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വരും ചെയ്യുമല്ലോ, അതൊന്നും യാതൊരു പ്രശ്നമില്ല. ഏതായാലും അവർക്ക് കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഒരുമിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ കാലാകാലം ഗൾഫിലും ഇവിടെ പെണ്ണ് ഇവിടെ നാട്ടിലും, അതല്ല പിന്നെ പുതിയാപ്പിള ഗൾഫിൽ നിന്നിട്ട് എന്താ കാര്യം? അവർക്ക് ജീവിതം വേണ്ടേ? ഇതും കൂടി കേട്ടപ്പോൾ അർഷിക്ക് ദേഷ്യം ഇരട്ടിച്ചു. ഈ ഉമ്മ എന്തേ പറയണേ? ഉമ്മക്ക് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവൂല. അതുകൊണ്ടേ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക്. ഞാൻ പോയാൽ പിന്നെ ആരാ ഇവിടെ ഉള്ളത്? ഒറ്റക്കല്ലുള്ളൂ നിങ്ങൾ. ഇവിടെ ആരുമില്ല ഞങ്ങൾ നോക്കാൻ. എനിക്കെപ്പോഴും ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല.
അതുകൊണ്ട് എനിക്ക് പോകണോ? എനിക്ക് അവിടെ തന്നെ കുട്ടികൾ സ്കൂളൊക്കെ ഒഴിവാക്കിയാണ് ഞാൻ വന്നത്. എൻ്റെ പൊന്നരശി എജ്ജ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഓലെ ഏതായാലും ഒന്ന് പോയിക്കോട്ടെ, ഒന്ന് കുറച്ചുകൂടി ദിവസം ഇവിടെ നിൽക്ക്. അല്ല ഇജും പോയിക്കോ, ഞാനും എൻ്റെ കുട്ടീൻ്റെ അടുത്ത് പോയിക്കോളാം. അങ്ങനെ അവസാനം സുഹറ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം അങ്ങനെ ഗൾഫിലേക്ക് പറക്കുകയാണ്. സുഹറയുടെ ആഗ്രഹം എന്നോണം അങ്ങനെ ഗൾഫിലെത്തി. എയർപോർട്ടിൽ സ്വീകരിക്കാൻ നമ്മുടെ ഹാഷിം വരികയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്, വീണ്ടും കണ്ടുമുട്ടുകയാണ്. മേലെ ഷഹബാൻ നിലാവിൻ്റെ ചിരിമാഞ്ഞുപോയി, എൻ്റെ ഷഹനായി പാടുന്നതാർ കാണൂ നീ, നിന്റെ പൊന്നീണയാ തീർത്ത പൊൻപന്തലിൽ എന്നു വരുമെൻ്റെ മണവാട്ടിയാ സഖി, എൻ്റെ പുന്നാരമേ എങ്ങു പോയി മാഞ്ഞു നീ, എത്ര തേടും നിതാ നിന്റെ കാൽപ്പാടുകൾ, എൻ്റെ സുഹറാ, എൻ്റെ സുഹറാ, എൻ്റെ സുഹറാ, എൻ്റെ സുഹറാ. അങ്ങനെ അവസാനം സുഹറയും ഹാഷിമും അങ്ങനെ ഒരുമിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നു. അന്ന് മുതലുള്ള ദിവസങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഹാഷിം ഓരോ കാര്യങ്ങൾ സുഹറയോട് പറയുകയാണ്. സുഹറ, ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ളത്, ബുർജ് ഖലീഫ. നീ കേട്ടിട്ടുണ്ടോ? സുഹറ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മൂളി. പാവം, നമ്മുടെ സുഹൃക്ക് സംസാരിക്കാൻ ശേഷിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും ഒരു മൂളൽ മാത്രമാണ്. പിന്നെ സുഹറ, അത് മാത്രല്ല, ഇവിടെ പിന്നെ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. നമുക്ക് ഡെസേർട്ട് സഫാരി ഒക്കെ പോകാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. നല്ല ഹെൽത്തിയായി നിൽക്കണം, ഭക്ഷണമൊക്കെ കഴിക്കണം, എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം ഹാഷിം മുമ്പ് പറഞ്ഞ സംസാരത്തിൻ്റെ ആ ഒരു പ്രശ്നം ശരിയാക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ഹാഷിമിനോട് പറഞ്ഞു, ഹാഷിമേ, ഇതൊക്കെ വളരെ ചെറിയൊരു അസുഖമായിരുന്നു. ഇത് അവർ ചികിത്സിക്കാതെ വെച്ച് അതങ്ങനെ കൂടിക്കൂടി പോയതാണ്. അതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് സമയം പിടിക്കും, പെട്ടെന്നൊന്നും ശരിയാവില്ല. പക്ഷേ ഇവരെ നാട്ടിലേക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് നിർത്താൻ പറ്റില്ല. അതായത് ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ഒരു 3 മാസമെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണം. പിന്നെ സംസാരശേഷി ചെറുതായിട്ടൊക്കെ തിരിച്ചു കിട്ടിയാലും നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് അതിന് സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സംസാരം നല്ല ക്ലിയറായി നോർമൽ നമ്മൾ പറയുന്ന പോലെ സ്പീച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, കുഴപ്പമില്ലല്ലോ. അതല്ല, വീട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ ഉമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാവോ? അത് കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ ഉമ്മാനോട് പറഞ്ഞോളാം, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഉമ്മയെ വിളിച്ചുകൊണ്ട് ഹാഷിം ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹർഷി ഫോൺ വാങ്ങി സംസാരിക്കണം. അല്ല ഹാഷിമേ, ഈ എന്താ കണ്ടിരിക്കണത്? ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ, ഉമ്മാൻ ആരാ നോക്കാനുള്ളത്? ഈ ഓളേക്ക് അവിടെ നിന്നാൽ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ആരാ നോക്കുക? ഇവിടെ ഒരു വലിയ വീടുണ്ടാക്കി വെച്ചിരിക്കണല്ലോ, ആ വീട്ടിൽ ജോലി ചെയ്യണമെന്ന് എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഒരാളെ വെച്ചോ. അത് മാത്രമല്ല, ഇവിടെ ഉമ്മാക്ക് മരുന്നെടുത്ത് കൊടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ. ഈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെന്താ അവസ്ഥ? ഇയാളായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതല്ല ഹർഷി, ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്,
അവൾ സംസാരം തിരിച്ചു കിട്ടാളെ. എൻ്റെ പൊന്നു ആശിമേ, ഇജ്ജ് അതിനൊക്കെ കൂടി വെറുതെ എൻ്റെ പൈസ കളയണോ? ഈ എന്താണ് ഇങ്ങനെ ഒരു കാര്യം വെറുതെ ചിന്തിക്കാതെ നിൽക്കണോ? അങ്ങനെ എനിക്ക് എന്തെല്ലാം വേറെ ചുറ്റുപാടുകളുണ്ട്. അവിടെ പോയി അവിടുത്തെ പൈസ അവിടെ തന്നെ കളയാനാ? ഹാഷിമും ഹർഷിയും തമ്മിലുള്ള ചൂടേറിയ സംഭാഷണം അങ്ങനെ 2 മിനിറ്റോളം നീണ്ടുപോയി. അങ്ങനെ അവസാനം ഉമ്മ പറയാണ് ഹർഷിയോട്, എന്താ ഹർഷി ഇങ്ങനെ? അവർ അന്യനാട്ടിലുള്ള കഷ്ടപ്പെടില്ലേ? അവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടെന്നും തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പെന്നും അവിടെ പറയുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനാ പറയാൻ നിൽക്കുന്നത്? ഈ ഒരു കാര്യം ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോയിക്കോ, എൻ്റെ കുട്ടികളുടെ അടുത്ത് പോയി പോയിക്കോ. ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാം. എനിക്ക് എന്താ സംഭവിക്കുകയാണെങ്കിലല്ലേ അതാ സമയത്താണ് സംഭവിക്കും. നീ പേടിക്കണം. അങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയൂല. ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ സഹോദരങ്ങളല്ലേ, സഹോദരങ്ങൾ അങ്ങനെ അങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? ഹാഷിമിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഹാഷിമിൻ്റെ ഭാഗം ശരിയാണ്. ഹർഷി പറയുന്നത് അതങ്ങനെയും ശരി. അങ്ങനെ ഡോക്ടർ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അങ്ങനെ പതുക്കെ നമ്മുടെ സുഹറ സംസാരിക്കാനുള്ള ശേഷി സുഹറക്ക് അങ്ങനെ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ അവൾ പതുക്കെ വിളിക്കാൻ തുടങ്ങി. ഇക്ക. സംസാരം അങ്ങനെ ക്ലിയർ അല്ലെങ്കിലും ആ ഒരു വിളി കേട്ടപ്പോൾ ഹാഷിമിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷമായി. ഒരു 4 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അങ്ങനെ പതുക്കെ സംസാരശേഷി സുഹറക്ക് അങ്ങനെ തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. എന്തായിരിക്കും? ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത ഭാഗത്തിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കുടുംബക്കാരിലേക്കും നമ്മുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം എത്തിക്കണം. ഓക്കെ, വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഹബാൻ നിലാവേ മുഹബത്തിൻ പൂവേ അസർ മുല്ല പോലെ നിനക്കെന്തു ഭംഗി മലർത്തിങ്കളേയൻ മനസ്സിൻ്റെ നൂറേ മിഴിച്ചപ്പിലെന്നും നീ മാത്രമല്ലേ സ്നേഹത്തിൻ നിശലേ നീയൻ കൽവിൻ്റെ താളമല്ലേ ഷഹബാൻ നിലാവേ മുഹബത്തിൻ പൂവേ അസർ മുല്ല പോലെ നിനക്കെന്തു ഭംഗി.